ലാ യജ്തമിഉ ശഖാഉ മഅ ബിർറിൽ വാലിദൈൻ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിലൂടെ ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകില്ല. ദുനിയാവിലും പരാജയപ്പെടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ചെറിയ മക്കൾ, നിങ്ങൾ പഠിക്കണം. ഇപ്പോഴത്തെ തലമുറ അറിയല്ലോ, വാപ്പായോട് താൻ തന്റെ പണി നോക്കി പോകുക എന്ന് പറയുന്ന കാലമാണ്. വാപ്പ ഇങ്ങോട്ട്, വാപ്പമാര് മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോകുന്ന ഒരു വലിയ ഒരു പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. വാപ്പ മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോകും. കാരണം പേടിയാണ്. കാലം അത്രയും വലിയ മോശമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇന്ന് ബന്ധങ്ങളെല്ലാം 10 അക്ക നമ്പറിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ 10 അക്ക നമ്പറിൽ നമ്മുടെ ബന്ധങ്ങൾ മോശമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്, ലാ യജ്തമിഉ ശഖാ. പരാജയം ഒരിക്കലും സംഭവിക്കുകയില്ല. മഅ ബിർറിൽ വാലിദൈൻ. തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിലൂടെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സേവനം ചെയ്യുന്നതിലൂടെ, തന്റെ വാപ്പയെ അനുസരിക്കുന്നതിലൂടെ, തന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിലൂടെ ഒരു മകനും ഒരു മകളും ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല. ഇനി ഒട്ടും പരാജയപ്പെടുകയുമില്ല. ദുനിയാവിലുമില്ല, ആഖിറത്തിലുമില്ല. സൂറത്തുൽ മറിയം നിങ്ങൾക്കറിയുമല്ലോ. 32-ാമത്തെ ആയത്തിലൂടെ പടച്ചതമ്പുരാൻ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥ വിവരിക്കുമ്പോ സൂറത്തു മറിയമിൽ അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്, വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അറിയുമല്ലോ, 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാരിലെ പ്രമുഖനായ പ്രവാചകനാണ്. ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓരോ വാക്കുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം എന്ന ഈസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട, ആ ഉമ്മയുടെ നാമധേയത്തിൽ അധ്യായം കുറിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്തു മറിയമിന്റെ 32-ാമത്തെ വചനത്തിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്, വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. എനിക്കെന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയമിന് സേവനം ചെയ്യാൻ, എന്റെ ഉമ്മ മറിയം ബീവിക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തു. ആ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഗുണം ചെയ്തപ്പോ, എന്റെ ഉമ്മയുടെ വാക്കിന് ഞാൻ പ്രാമുഖ്യം കൊടുത്തപ്പോ, എന്റെ ഉമ്മയെ ഞാൻ ജീവനോളം സ്നേഹിച്ചപ്പോ, എന്റെ ഉമ്മയ്ക്ക് ഞാൻ നല്ലായിട്ട് ഖിദ്മത്ത് ചെയ്തപ്പോ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ. ഒരു സ്ഥലത്തും ഞാൻ പരാജയപ്പെട്ടു പോയില്ല. ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഞാൻ പരാജയപ്പെട്ടില്ല. ആകാശത്തിന്റെ മുകളിൽ അല്ലാഹുവിന്റെ പരലോകത്ത് ഞാൻ പരാജയപ്പെടില്ല. അറിയുമല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഥ പറയുന്നിടത്താണ് വിശുദ്ധ ഖുർആനി പരാമർശം നടത്തിയിട്ടുള്ളത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിന്റെ തലക്കടിക്കുന്ന മക്കളുടെ കാലത്ത്, ഉമ്മാന്റെ കഴുത്തിനിരിക്കുന്ന മക്കളുടെ കാലത്ത്, മാതാപിതാക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നലെ കണ്ടവന്റെ കൈ പിടിച്ചിറങ്ങി പോകുന്ന കാലത്ത്, ആ മാതാവിനോട് സേവനം ചെയ്യാൻ, ഉമ്മയോട് വാപ്പയോട് സ്നേഹം കാണിക്കാൻ, സ്നേഹത്തോടെ ഇടപെടാ ഒരു മകനോ മകൾക്കോ സാധിച്ച ഇല്ല, ഈ ദുനിയാവിൽ അവന് പരാജയപ്പെടില്ല. നാളെ പരലോകത്ത് പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പട്ടറ താപം കൊണ്ട് വിറക്കുമ്പോ മഹിസറയിൽ അവന് പരാജയപ്പെടില്ല. ഇരു ലോകത്തും അവന് വിജയത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 6 സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വബറം ബിവാലിദതി, എന്റെ ഉമ്മക്ക് ഞാൻ ബിർറ് ചെയ്തപ്പോ, ഗുണം ചെയ്തപ്പോ, വലം യജ്അൽനി ജബ്ബാറൻ ശഖിയാ, അല്ലാഹു എന്നെ ധിക്കാരിയായ ഒരു നിർഭാഗ്യവാനാക്കി അല്ലാഹു മാറ്റിയില്ല. എന്നെ അല്ലാഹു തആല ഒരു അഹങ്കാരിയായ പരാജിതനാക്കി എന്നെ അല്ലാഹു മാറ്റിയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഉമ്മക്ക് സേവനം ചെയ്തിട്ട് ഏതെങ്കിലും മകനോ മകളോ
ഈ ദുനിയാവിൽ പരാജയപ്പെട്ട ചരിത്രമുണ്ടോ? വാപ്പയ്ക്കും ഉമ്മയ്ക്കും സേവനം ചെയ്തു എന്നതിന്റെ പേരിൽ ആഖിറത്തിൽ എവിടെയെങ്കിലും പരാജയപ്പെട്ടതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടോ? ഒരിക്കലുമില്ല. ആഖിറത്തിലും നമ്മൾ പരാജയപ്പെടില്ല, ദുനിയാവിലും പരാജയപ്പെടില്ല. ഉമ്മാക്ക് വാപ്പാക്ക് സേവനം ചെയ്തോ? എന്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ള 10 60 അല്ലെങ്കിൽ 50 വയസ്സൊക്കെയുള്ള ഓരോ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നന്നായിട്ട് സേവനം ചെയ്തവരാണ്. ഇന്നത്തെ മക്കൾക്ക് അതിന് സമയമില്ല. ഇന്നത്തെ മക്കൾക്ക് അവരവരെ സൂക്ഷിക്കാൻ പോലും സമയമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുക? എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക? ഗുണം ചെയ്തോ? മാതാപിതാക്കൾക്ക് സേവനം ചെയ്തോ? എന്താ അള്ളാഹു തരുന്നതെന്നറിയോ? അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമ്മളൊന്നും അന്യരല്ല. ഷുക്കൂർ സാറിനെ വിളിച്ചിവിടെ ഇരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. വേദിയിൽ പിന്നെ ആ ഒരു കസേര ഒഴിവാവും. ഞാൻ ചുറ്റുമൂല പഠിക്കുമ്പോൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനാണ്. ആ ഒരു ബന്ധവും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും അത് നമുക്കെപ്പോഴും ഉണ്ടാകണം. വന്ന വഴി മറക്കില്ല എന്ന് പറയുന്നത് പോലെ, മറക്കരുത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും ആ വഴികളൊന്നും മറക്കാൻ പാടില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കണം. എത്ര മോശ പ്രവൃത്തി ചെയ്യുന്ന ആളാണെങ്കിലും, എത്ര അമല് കുറഞ്ഞ ആളാണെങ്കിലും, ഞാനത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അല്പം അമലൊക്കെ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഇച്ചിരി കുരുത്തക്കേടൊക്കെ ഉണ്ട്, ഇച്ചിരി വാട്ടീസൊക്കെ അടിക്കും വല്ലപ്പോഴും ഒരിക്കൽ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ വാപ്പയും ഉമ്മയും അവരുടെ പ്രാണനാണ്. വാപ്പയും ഉമ്മയും അവരുടെ സ്നേഹനിധികളാണ്. മാതാപിതാക്കൾ അവരുടെ ജീവന്റെ ജീവനാണ്. മാതാപിതാക്കളുടെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ പറുദീസ എന്ന് വിശ്വസിച്ച് ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മോനും മോളും പരാജയപ്പെടില്ല. ഇലക്ഷനിൽ നിന്ന് തോക്കും, പള്ളി കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പിന് തോക്കും. അതൊന്നും വിജയ പരാജയത്തിന്റെ കാര്യമല്ല. ദുനിയാവിൽ ഒരുത്തന്റെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല. ആഖിറത്തിൽ ഒരു കാരണവശാലും നമ്മൾ തലചൊറിയേണ്ടി വരില്ല. അന്തസ്സോടെ നമുക്ക് നിൽക്കാൻ കഴിയും. ഉമ്മായ മുറുകെ പിടിച്ചോ, വാപ്പായ മുറുകെ പിടിച്ചോ. എന്താ ഗുണം തരുന്നതെന്നറിയോ? അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇത് ഈസാ നബിയുടെ വാക്കാണ്. വബർറംബി വാലിദത്തി വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ. ഞാൻ എൻ്റെ ഉമ്മാക്ക് ഗുണം ചെയ്തു, അതിന്റെ പേരിൽ അല്ലാഹു വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ, അഹങ്കാരിയായ നിർഗുണനാക്കി, ഒരു നിർഭാഗ്യവാനാക്കി അല്ലാഹു തആല എന്നെ മാറ്റിയില്ല. എന്നെ അല്ലാഹു തആല നല്ല അന്തസ്സുള്ളവനാക്കി മാറ്റി എന്ന് ഈസാ നബി പറഞ്ഞതായിട്ട് സൂറത്തുൽ മറിയം 32-ാമത്തെ ആയത്ത്. എന്നാ എന്താ അല്ലാഹു തരുന്നതെന്നറിയോ? നമ്മൾ എന്തിനാ അധികം പറയണം? ഒരു പാക്കേജ് ആയിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അവന് നല്ല വാഹനം കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ അവന് നല്ല വീട് വെക്കാൻ കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ അവന് നല്ല ഭാര്യ മക്കളെ കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. പക്ഷെ അള്ളാഹു ഒരു പാക്കേജായി അള്ളാഹു തആല പറഞ്ഞു, വസ്സലാമു അലയ്യ യൗമ വുലിദതു വയൗമ അമൂതു വയൗമ ഉബ്അതു ഹയ്യാ. സൂറത്തു മറിയം 33-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് സേവനം ചെയ്തപ്പോ, എൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ ഗുണം ചെയ്തപ്പോ, എൻ്റെ ഉമ്മയാ പ്രാണനെ പോലെ സ്നേഹിച്ചപ്പോ, എൻ്റെ ഉമ്മയെ ഞാൻ ജീവന്റെ ജീവനായി പ്രണയിച്ചപ്പോൾ അല്ലാഹു എനിക്ക് തന്നതെന്തെന്നറിയോ? വസ്സലാമു അലയ്യ യൗമ ഉദിതു വയൗമ അമൂതു വയൗമ ഉബ്അതു ഹയ്യാ. അല്ലാഹു എനിക്ക് ജനിക്കുന്ന സമയത്ത് സുരക്ഷിതത്വം നൽകുകയാണ്. ജനിക്കുന്ന സമയത്ത് അല്ലാഹു എനിക്ക് സലാമത്ത് തന്നു. ജനനം നന്നാക്കി തന്ന പടച്ചതമ്പുരാൻ. വയൗമ അമൂതു, എൻ്റെ മരിക്കുന്ന സമയം അല്ലാഹു എനിക്ക് നന്നാക്കി തരും. വയൗമ ഉബ്അതു ഹയ്യാ, നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തും അല്ലാഹു എനിക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്. ഇനി എന്താ വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ? ഒരു മനുഷ്യനെ ജനിക്കുന്ന സമയത്ത്, ആ ജനിക്കുന്ന സമയത്തുള്ള സുരക്ഷിതത്വം അവന്റെ മരണസമയത്തല്ല കൊടുക്കുന്നു. ആ മരണസമയത്തുള്ള സുരക്ഷിതത്വം അല്ലാഹു നാളെ അവന്റെ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിനടിയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പരലോകത്തേക്ക് പടച്ചതമ്പുരാ കൊണ്ടുവരുന്ന ആഖിറത്തിന്റെ ആ അവസ്ഥയുണ്ടല്ലോ, അവിടെയും അല്ലാഹു അവന് സലാമത്ത് കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട പാപ്പാങ്കുളങ്ങരയിലെ സഹോദരങ്ങളോട് ഈ
ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മയ്ക്ക് സേവനം ചെയ്താൽ, ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്താൽ, വാപ്പയോട് ബഹുമാനം കാണിച്ചാൽ, അവരുടെ മുന്നിലൂടെ നടക്കാതിരുന്നാൽ, അവരുടെ പേര് ചൊല്ലി വിളിക്കാതിരുന്നാൽ, അവര് പറയുന്നതെന്തും നമ്മൾ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ജനിച്ച സമയത്ത് സുരക്ഷിതത്വം അല്ലാഹു നിനക്ക് തന്നതുപോലെ മരിക്കുന്ന സമയത്തും അല്ലാഹു നിനക്ക് സലാമത്ത് തരുന്നതാണ്. നാളെ പള്ളിക്കാട്ടിൽ നിന്ന് പടച്ചവന്റെ കോടതിയിലേക്ക് നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയം വരുമല്ലോ. ആ സമയത്ത് പ്രസവിക്കപ്പെട്ട ദിവസത്തിന്റെ അതേ അവസ്ഥ തന്നെ അല്ലാഹു നിനക്ക് തരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാ പരിചയപ്പെടുത്തുമ്പോ, സഹോദരങ്ങളെ, ഒരൊറ്റ ചരിത്രം മാത്രമാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. അറിയുമല്ലോ, സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ഹനീഫ എന്നറിയോ? ഇമാം മാലിക് ഒരിക്കൽ പറഞ്ഞതാണ്, അബൂ ഹനീഫ ഇമാമിനെ പറ്റിയിട്ട്, ഒരു തൂണിനെ സ്വർണമാക്കാൻ ഇമാം അബൂ ഹനീഫയ്ക്ക് കഴിയുമത്രേ. ഒരു തൂണ് മണ്ണിനാലും അതുപോലെ തന്നെ മറ്റ് മണ്ണിനാലും വെള്ളത്തിനാലും അല്ലെങ്കിൽ മറ്റ് കുമ്മായത്താലും സിമന്റിനാലും നിർമ്മിക്കപ്പെട്ട ഒരു തൂണ്, അല്ലെങ്കിൽ ഒരു തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട തൂണ്, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട തൂണ്, ആ തൂണിനെ സ്വർണമാക്കാനുള്ള കഴിവല്ല കൊടുത്ത മനുഷ്യനാണ് സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഹനഫി മദ്ഹബ് എന്ന് നിങ്ങൾക്കറിയും. ഈ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ചെറിയ പ്രായത്തിൽ, അബൂ ഹനീഫ ഇമാമിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. ചെറിയ പ്രായത്തിൽ വാപ്പ മരണപ്പെട്ട ആ പ്രിയപ്പെട്ട മകനെ അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, പട്ടിണി കിടത്താതെ, വിഷമിപ്പിക്കാതെ, സങ്കടപ്പെടുത്താതെ ആ പ്രിയപ്പെട്ട ഉമ്മ തണല് കൊടുത്തിട്ട് ആ മകനെ വളർത്തി. അവസാനം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തനായ, വിശ്വപ്രസിദ്ധനായ പണ്ഡിത കേസരിയായി മാറി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ അവര് ഈ മതപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തഅലീമുകൾ, നസീഹത്തുകൾ, ദീനി ക്ലാസുകൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഉമ്മമാരാണല്ലോ. ഒരു വയലിന് ആണുങ്ങളുടെ ഇരട്ടി ഉണ്ടാകും പെണ്ണുങ്ങൾ. ഒരു വയല് വെച്ചാൽ അല്ലേ, പുരുഷന്മാരുടെ ഇരട്ടി ഉണ്ടാകും സ്ത്രീകള്. മതപരമായിട്ട് എവിടെ എന്ത് ദീനിന്റെ വിഷയമുണ്ടെങ്കിലും ആവേശത്തോടെ വരുന്നവർ അവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൊടിമരത്തിന്റെ ചുവട്ടിലൊക്കെ നമ്മുടെ സഹോദരിമാര് വിട്ടുപോകുന്നത്. ഇപ്പോ അതാണല്ലോ ട്രെൻഡ്. കൊടിമരത്തിന്റെ ചുവട്ടിൽ പോയി കാണിക്കയിടുക, അതിലൊക്കെ വീണു പോകുന്നത് പെണ്ണുങ്ങളാണ്. പിന്നെ ഓൺലൈൻ ആരാധന സജീവമാകുന്ന ലോകം. കോവിഡിന് ശേഷം രാവിലെ ഒരു പ്രാർത്ഥന, ഉച്ചയ്ക്ക് ഒരു പ്രാർത്ഥന, വൈകുന്നേരം മറ്റൊരു പ്രാർത്ഥന. ഇതൊക്കെ പറയുമ്പോൾ സഹോദരിമാർക്ക് എന്നെ ചവിട്ടിത്തേക്കാനുള്ള ആഗ്രഹവും അതിനുള്ള വാശിയുണ്ടാവും. പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഓൺലൈൻ ആരാധനകളിൽ മുഴുകിപ്പോകുന്നത് അധികവും സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് അതിന് സമയമില്ല. അവർക്ക് അങ്ങനെ ചില മണ്ടത്തരങ്ങളിൽ വീഴുന്ന പരിപാടിയില്ല. അവർ കൃത്യമായി പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പോകും, നമസ്കരിക്കും, ഇമാം അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കും, വയലിന്റെ സദസ്സിൽ വരുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളും. അങ്ങനെയൊക്കെ അവര് അങ്ങനെ ഒരു ലൈനിലങ്ങ് ജീവിച്ചു പോവാണ്. പെണ്ണുങ്ങൾക്ക് എവിടെയാണ് ഒരു 150 സ്വലാത്ത് കൂടുതൽ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ചെയ്യും. അത് അങ്ങനെ സ്വലാത്ത് ചൊല്ലി സ്വർഗത്തിൽ പോകുന്നത് ഓക്കെ. പക്ഷെ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സാമ്പത്തിക ചൂഷണം നടത്തുന്ന ഘട്ടങ്ങളിൽ അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലും വീണു പോകുന്നത് പെണ്ണുങ്ങളാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് ഈ നസീഹത്തിന്റെ വേദികൾ, മതപ്രസംഗ വേദികൾ, അല്ലെങ്കിൽ തഅലീമിന്റെ സദസ്സുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ആ ഉമ്മ എന്ത് സംശയമുണ്ടെങ്കിലും ആ സംശയത്തിന്റെ നിവാരണം നടത്തുന്നത് അംർ ബിൻ ദർറിൽ കൂഫി എന്ന് പറയുന്ന കൂഫയിലെ അംർ ബിൻ ദർറ് എന്ന് പറയുന്ന പണ്ഡിതനോടാണ്. ഈ അംർ ബിൻ ദർറ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അബൂ ഹനീഫ ഇമാമിന്റെ മുമ്പിൽ അദ്ദേഹം ഒന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഈ ചരിത്രം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശ്വപ്രസിദ്ധനായ, ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ മഹാമനീഷിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ത് മസ്അല ഉണ്ടെങ്കിലും, മതപരമായ എന്ത് സംശയമുണ്ടെങ്കിലും തീർക്കുന്നത് കൂഫയിലെ മറ്റൊരു പണ്ഡിതനായ അംർ ബിൻ ദർറ് എന്ന് പറയുന്ന ഒരാളിനോടാണ്. ഒരിക്കൽ
മോൻ അബൂ ഹനീഫയെ വിളിച്ചിട്ട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, മോനെ അംർ ബിൻ ദർറിന്റെ അടുക്കൽ ചെന്നിട്ട് എന്റെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തി കൊണ്ടുവരണം. ഉമ്മ പറഞ്ഞതല്ലേ വഅള് പറയാൻ പോണ എന്നോട്. ഇന്നലെ വഅള് പറഞ്ഞത് അഫ്സൽ ഖാസിമിയാണ്. വഅള് പറയുന്ന എന്നോട് എന്റെ ഉമ്മ പറയാണ് പ്രസംഗത്തെ പറ്റി അഫ്സൽ ഖാസിമിയോടൊരു സംശയം ചോദിച്ചിട്ട് വരണം, അല്ലെങ്കിൽ മറ്റ് പ്രഭാഷകരുടെ പേര് പറഞ്ഞിട്ട് അവരോട് ചെന്നിട്ട് ഇന്ന കാര്യം ഒന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മയോട് എന്തായിരിക്കും പറയാ? ഞാനും പ്രസംഗിക്കാൻ പോകുന്ന ആളല്ലേ, എന്നോട് ചോദിച്ചാ പോരെ? മസല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? എന്തിനാ പള്ളിയിലെ ഇമാമിനോട് ചോദിക്കാൻ പറയുന്നത്? അങ്ങനെ ഒരു വാശി അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യം നമുക്കുണ്ടാവും. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല. മകന് വക്കീലാണെങ്കിൽ വക്കീലായ മകനോട് ഉമ്മ പറയാണ് എന്റെ കേസിന് അതിര് തർക്കം അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഒരു വക്കീലിനെ നീ കൊണ്ട് തരണോന്ന് പറഞ്ഞാൽ മോൻ ചോദിക്കൂലേ, വക്കീലായിട്ട് ഞാനുള്ളപ്പോ നിങ്ങൾക്ക് എന്തിനാ വേറെ വക്കീല്? ഡോക്ടറായ മകന്റെ അടുത്ത് വന്നിട്ട് വാപ്പ പറയാണ് എന്റെ ഈ ചുമയും എന്റെ ശ്വാസതടസ്സവും ഒന്നും മാറുന്നില്ല, അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ നീ ഒന്ന് പറ എന്ന് പറഞ്ഞാൽ മകൻ എന്താ പറയാ? നാട്ടുകാരുടെ രോഗം മാറ്റി കൊടുക്കുന്ന എനിക്ക് നിങ്ങളുടെ അസുഖം മാറ്റാൻ മരുന്നിന് വേണ്ടി ഞാൻ മറ്റൊരു ഡോക്ടറെ കാണുന്നത് ശരിയല്ലല്ലോ എന്നല്ലേ പറയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹനീഫ ഇമാമിനോട് ഉമ്മ പറയുകയാണ്, മോനെ നീ ചെല്ലണം, എന്നിട്ട് അംർ ബിൻ ദർറിനോട് പറയണം എന്റെ ഇന്ന സംശയത്തിന് മറുപടി തരാൻ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അറിവില്ലാത്ത ഒരു കുഞ്ഞു ബാലനെ പോലെ ലോക പ്രശസ്തനായ വിശ്വപ്രസിദ്ധനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അംർ ബിൻ ദർർ എന്ന് പറയുന്ന പണ്ഡിതന്റെ വീട്ടിലേക്ക് പോവുകയാ. എന്നിട്ട് പറയുന്നു, സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ, അംർ ബിൻ ദർറേ, എന്റെ ഉമ്മ ഏത് മസല ചോദിക്കുമ്പോഴും നിന്റെ അടുക്കലാണ് ചോദിക്കാൻ പറഞ്ഞു വിടുന്നത്. നിങ്ങൾ പറഞ്ഞാലേ എന്റെ ഉമ്മ അനുസരിക്കൂ. ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, പക്ഷേ അതിന് നിങ്ങളുടെ കയ്യൊപ്പില്ലെങ്കിൽ എന്റെ ഉമ്മ അംഗീകരിക്കുകയില്ല. സഹോദരങ്ങളെ, വളരെ സങ്കടത്തോടെ തലകുമ്പിട്ടിരിക്കുന്ന മകന് അംർ ബിൻ ദർർ വളരെ പ്രയാസത്തോടെ തലകുമ്പിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? എന്റെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കുന്നത് നിസാരനാണോ? അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു അല്ലേ? എന്ത് മറുപടിയാണ് ഞാൻ അദ്ദേഹത്തോട് കൊടുക്കുക? ഇത്രയും വലിയ മഹാപണ്ഡിതന്റെ മുമ്പിൽ ഞാൻ എന്താണ് മറുപടി കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് അംർ ബിൻ ദർർ റളിയല്ലാഹു അൻഹു തലകുമ്പിട്ടിരിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം ചോദിച്ചിട്ട് മറുപടിയുമായിട്ട് മടങ്ങിപ്പോകുന്നു. ചില ഘട്ടങ്ങളിൽ അബൂ ഹനീഫ ഇമാമിനെ കൊണ്ട് പറയിപ്പിക്കും അംർ ബിൻ ദർർ. എന്നിട്ട് അത് ഏറ്റു പറഞ്ഞിട്ട് പറയും, അബൂ ഹനീഫ ഇമാമേ, നിങ്ങൾ ഉമ്മയോട് ഈ മറുപടി കൊടുക്കുക. യഥാർത്ഥത്തിൽ ഉത്തരം പറയുന്നത് അബൂ ഹനീഫയാണ്, പക്ഷേ അത് താനാണ് എന്ന് പറഞ്ഞ് കയ്യൊപ്പ് ചാർത്തിയിട്ട് ഉമ്മയോട് ചെന്ന് പറയാൻ പറഞ്ഞു വിടുമ്പോ ഒരു ദിവസം അതാ ഉമ്മ പറയുന്നു, അംർ ബിൻ ദർറിന്റെ അടുക്കൽ എന്നെ എത്തിക്കണം മോനെ അബൂ ഹനീഫ, നിന്നെ എനിക്ക് വിശ്വാസമില്ല, നീ അവിടെ പോകുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്ക് നേരിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വാശി പിടിക്കുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒരു കോവർ കഴുതയെ തയ്യാറാക്കുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മാനെ കോവർ കഴുത പുറത്തിരുത്തുകയാ. എന്നിട്ട് കോവർ കഴുതയെ തെളിച്ചുകൊണ്ട് അംർ ബിൻ ദർർ എന്ന് പറയുന്ന പണ്ഡിതന്റെ വീട്ടിലേക്ക് പോകുമ്പോ സഹോദരങ്ങളെ, ലോകം മുഴുവൻ സ്തംഭിച്ചു പോവുകയാ. അബൂ ഹനീഫത്തുൽ കൂഫി എന്ന മഹാപണ്ഡിതന്, വിശ്വപ്രസിദ്ധനായ ലോകമഹാപണ്ഡിതന്റെ പ്രിയപ്പെട്ട ഉമ്മ കോവർ കഴുത പുറപ്പിരുന്നിട്ട് അറിവിന്റെ സാഗരമായ വിജ്ഞാനത്തിന്റെ സാഗരമായ വിജ്ഞാനത്തിന്റെ വിഹായസായ ഒരു മകന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അറിവ് അതിനേക്കാൾ കുറഞ്ഞ അംർ ബിൻ ദർറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി സംശയം ദൂരീകരിക്കുമ്പോ ഒരവസരത്തിൽ ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അംർ ബിൻ ദർർ ചോദിച്ചു പോയി അബൂ ഹനീഫ ഇമാമിനോട്, എന്താ നിങ്ങൾ ഇത് കാണിക്കുന്നത്, എന്താ നിങ്ങളെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോ അബൂ ഹനീഫ ഇമാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നത് അനുസരിക്കലല്ലാതെ എനിക്ക് നിവൃത്തിയില്ല, എന്റെ ഉമ്മ പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്.
എന്റെ ഉമ്മ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കും, അതിലൊരു സംശയവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ മഹാസാഗരമായി മഹാവികായസിൽ പാറി പറക്കുമ്പോൾ അബൂ ഹനീഫ ഇമാം തന്നെക്കാൾ അറിവിൽ കുറഞ്ഞുള്ള അബൂദറിന്റെ അംറബിന് ദറിന്റെ അടുക്കലേക്ക് ഉമ്മാനെ കഴുതപ്പുറത്തിരുത്തി കൊണ്ടുവരുമ്പോ ആ ഒരു വലിയ മഹാമനീഷിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞതെന്നറിയോ? وبرم بوالدتي ولم يجعلني جبارا شقيا. ഉമ്മ പറയുന്നതനുസരിക്കുന്നതിലൂടെ ഒരിക്കലും ഒരാളും പരാജയപ്പെട്ടു പോകില്ല. അവസാന ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അബൂ ഹനീഫയെ നിർബന്ധിച്ചല്ലോ. രാജാക്കന്മാരെ നിർബന്ധിച്ചു, നിങ്ങൾ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണം. ഇല്ല, ഞാൻ അതിന് തയ്യാറല്ല. അധികാരം എനിക്ക് വേണ്ട, എന്റെ വഴി മറ്റൊരു വഴിയാണെന്ന് പറഞ്ഞ്, അധികാരം വേണ്ട എന്ന് പറഞ്ഞ് കൈവെള്ളയിൽ നിന്ന് തട്ടിയകറ്റുമ്പോ അവസാനം അബൂ ഹനീഫ ഇമാമിനെ ജയിലിൽ കൊണ്ടുപോയി ചമ്മട്ടി പ്രഹരം നടത്തുകയാ. ചാട്ടവാറ് കൊണ്ട് അബൂ ഹനീഫ ഇമാമിനെ തല്ലുമ്പോ അബൂ ഹനീഫ ഇമാമിന് ശക്തമായ വേദന അനുഭവിക്കുകയാണ്. ആ വിവരം തന്റെ പ്രിയപ്പെട്ട മാതാവ് വയോധികയായ വൃദ്ധയായ ഉമ്മ അറിയുന്നു. ആ സമയത്ത് ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ പൊന്നുമോൻ അബൂ ഹനീഫയെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ ജയിലിലിട്ട് മർദ്ദിക്കുകയാണെന്നറിഞ്ഞപ്പോ ആ ഉമ്മ തളർന്നു പോയി, ആ ഉമ്മ സങ്കടപ്പെട്ടു പോയി, ആ ഉമ്മാടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. അബൂ ഹനീഫ ഇമാം ജയിൽ മോചിതനായപ്പോ പറഞ്ഞതെന്തെന്നറിയോ? ഓരോ ചമ്മട്ടിയും എന്റെ ശരീരത്ത് പതിക്കുമ്പോൾ, എന്റെ ശരീരത്തിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുമ്പോൾ എന്റെ മനസ്സ് വേദനിച്ചത്, എന്നെ സങ്കടപ്പെടുത്തിയത് എന്റെ ശരീരത്ത് കൊള്ളുന്ന ചാട്ടവാറിന്റെ വേദനയല്ല, പിന്നെയോ എന്റെ ഉമ്മാടെ മനസ്സ് വേദനിച്ചല്ലോ. എന്റെ ഉമ്മ ഞാൻ കാരണമായി ഒരു സമയത്ത് വേദനിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ ഉമ്മയുടെ നെഞ്ചു വേദനിക്കുന്നത് എന്നെ അടിക്കുന്നത് ഓർത്തിട്ടാണല്ലോ. ഞാൻ കാരണമല്ലെങ്കിൽ പോലും എനിക്ക് കിട്ടിയ അടിയുടെ ആ വേദനയും നീറ്റലും എന്റെ ഉമ്മയുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമല്ലേ എന്ന് ചിന്തിച്ചിട്ട് അബൂ ഹനീഫ ഇമാം സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയോട് ഇത് പറയാൻ പറ്റുമോ? ഇന്നത്തെ തലമുറയോട് പറയാൻ പറ്റുമോ? വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നു. മാതാപിതാക്കളെ ഒരു സമയം കഴിഞ്ഞാൽ മക്കൾ കൊണ്ടുവന്ന് വേറെ വീടുകളിൽ പാർപ്പിക്കുന്നു. നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വരെയും കഷ്ടപ്പെട്ട് വാപ്പ കൊണ്ട് തണല, വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണല് എന്ന് വെറുതെ പാടിയാ പോരാ. വാപ്പ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് നമ്മൾ വായിച്ചാൽ പോരാ. വാപ്പയാണ് എനിക്കിതൊക്കെ സമ്പാദിച്ചു തന്നത് എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചാ പോരാ. ആ വാപ്പയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ, ഉമ്മയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ ഏതൊരു മനുഷ്യന് കഴിഞ്ഞോ ലാ യജ്തമിഉ ശഖാ, അവൻ ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല. മഅബിറിൽ വാലിദൈൻ വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, ഒരിക്കലും പെട്ടുപോകൂല. ദുനിയാവിലും നമ്മൾ പെടില്ല, ആഖിറത്തിലും നമ്മൾ പെടില്ല. അല്ലേ? ഏതൊരു മനുഷ്യന്റെയും ഉയർച്ചയുടെ പിന്നിൽ രണ്ട് കരങ്ങൾ ചേർത്തു വെച്ച രാവുകളുണ്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പറയുമ്പോ പലരും പറയും അത് ഭാര്യയാകാം, മക്കളാകാം, സഹോദരിയാകാം, കാമുകിയാകാം. അല്ലേ? അല്ല, അവരാരുമല്ല. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ആ പ്രിയപ്പെട്ട മകനും മകളും തിരിച്ചെത്തുന്നതുവരെ പ്രിയപ്പെട്ട ഉമ്മ കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മ ഒരുപക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അതിന്റെ വില നമുക്ക് മനസ്സിലാകില്ല. ഉമ്മ മരിച്ചു. ആ പ്രിയപ്പെട്ട ഉമ്മയെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് ഖബറടക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത, അത് വേറെ ആര് മരണപ്പെട്ടാലും ഉണ്ടാകാത്ത ഒരു വലിയ ശൂന്യതയാണ്. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക്, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഉമ്മ മരിച്ചവരുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അള്ളാഹു അവിടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ പറ. ഈ രാത്രിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ആമീൻ. ഇന്നൊരു വലിയ കർക്കിടകം പോലെ അവരുടെ ഖബറിനകത്തേക്ക് അനുഗ്രഹങ്ങളുടെ പേമാരിയാണ്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈജിപ്തില് എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പരീക്ഷയിൽ ഉമ്മയെപ്പറ്റി ഒരു മറുപടി നിങ്ങൾ എഴുതണം. ഉമ്മയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് എഴുതാനുള്ളത്?
ആ എഴുതുന്നത് ഒന്നാമത്തെ മാർക്ക് കിട്ടിയ, സമ്മാനം കിട്ടിയ കുട്ടി, ഉമ്മയെപ്പറ്റി പേജുകൾ എഴുതി മറിച്ച മക്കൾ, ഉമ്മയെപ്പറ്റി 2-3 പേജ് എഴുതിയവർ, ഉമ്മയെപ്പറ്റി ധാരാളം വരികൾ എഴുതിയവർ, അവർക്കൊന്നും മത്സരത്തിൽ പ്രൈസ് കിട്ടിയില്ല. സമ്മാനം കിട്ടിയത് ഒരു കുട്ടി തന്റെ ഉമ്മയെപ്പറ്റി ഒരു വരി മാത്രം എഴുതി. ആ കുട്ടിക്കാണ് സമ്മാനം. ഉണർന്ന് കേട്ടോ, ഉമ്മയെപ്പറ്റി എഴുതാൻ പറഞ്ഞപ്പോ അവരുടെ ആൻസർ ഷീറ്റിൽ എഴുതിയ ഒരുപാട് വരികൾ മാർക്ക് കിട്ടിയില്ല. പേപ്പറുകൾ എണ്ണമില്ലാത്തത് മാർക്ക് കിട്ടിയില്ല. പക്ഷേ മാർക്ക് കിട്ടിയതും ഒന്നാം സമ്മാനം കിട്ടിയതും ഒരു വരി എഴുതിയ ഒരു മകനാണ്. ആ മകൻ എന്തുകൊണ്ടാണ് സമ്മാനം കിട്ടിയത്? ആ മകൻ എഴുതിയ വരിയോളം എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് വേറെ ഒന്നിനും സ്ഥാനമില്ലാത്ത നിലയിൽ ആ മകൻ എഴുതിയത് ഉമ്മി ഖദ് മാതത് വമാത മഅഹാ കുല്ലു ഷൈ. ഇതാണ് മറുപടി. ഈ ഒരു വരി എഴുതിയപ്പോ ആ കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടി. ഒറ്റ വരി. ആ പേജ് മുഴുവനും എഴുതിയവർ രണ്ടാമതായി. 2, 3, 4 പേജുകൾ എഴുതിയവർ അവന്റെ പിന്നിലായി. എന്താ മകൻ എഴുതിയത്? ഉമ്മി ഖദ് മാതത്, എന്റെ ഉമ്മ മരിച്ചു. വമാത മഅഹാ കുല്ലു ഷൈ, ഒപ്പം എല്ലാം മരിച്ചു. അതാണ് മറുപടി. എന്റെ ഉമ്മ മരിച്ചപ്പോ എന്റെ എല്ലാം മരിച്ചു. ഇന്ന് ഞാൻ ശൂന്യമാണ്. എന്റെ ജീവിതം ശൂന്യമാണ്. എന്റെ വീട് ശൂന്യമാണ്. ഞാനൊരു ശൂന്യനാണ്. എന്റെ ഒരു യാത്രയിൽ എന്റെ പിന്നിലിരുന്ന് ദ്വാരക്കാൻ എനിക്ക് ഉമ്മയില്ല. വഴിക്കണ്ണ് നോക്കി എന്റെ തിരിച്ചു വരവ്, മടങ്ങി വരവ് കാണാൻ എന്റെ ഉമ്മയില്ല. എന്റെ ഉമ്മ കിടന്ന റൂം, എന്റെ ഉമ്മ ഉടുത്ത വസ്ത്രം, എന്റെ ഉമ്മ കഴിച്ച പാത്രം, എന്റെ ഉമ്മ ഉപയോഗിച്ച വസ്തുക്കൾ, എന്റെ ഉമ്മയുടെ കണ്ണുനീര് കൊണ്ട് കുതിർന്ന മുസല്ല, എന്റെ ഉമ്മയുടെ 2 വിരലുകളിലൂടെ മറിഞ്ഞു മറിഞ്ഞു പോയ തസ്ബീഹിന്റെ മണികൾ, ഇതൊക്കെ ഇന്ന് ശൂന്യമാണ്, അനാഥമാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഒരൊറ്റ വരിയിൽ ആ പ്രിയപ്പെട്ട കുട്ടിക്ക് സമ്മാനം കിട്ടുന്നു. വബറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ ഷഖിയ. എഴുതി വെച്ചോ, വേറെ ഒരുപാടൊന്നും പ്രസംഗിക്കണ്ട. ഉമ്മയ്ക്ക് ഖിദ്മത്ത് എടുത്ത്, ഉമ്മയ്ക്ക് സേവനം ചെയ്ത്, ഉമ്മയുടെ പുണ്യം നേടി, ഉമ്മയുടെ തൃപ്തി നേടി, ഉമ്മ നമ്മളെ നല്ലവനാണെന്ന് പറഞ്ഞ് ഉമ്മയ്ക്ക് സേവനം ചെയ്ത്, ഉമ്മ എപ്പോഴും നമ്മളെ നോക്കി ചിരിച്ച്, ഉമ്മ നമ്മുടെ സാന്നിധ്യം കൊതിച്ച്, ആ സാന്നിധ്യത്തിൽ ആ ഉമ്മ രസിച്ച്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ, വാപ്പയ്ക്കും സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹു പറയുന്നു, നീ ദുനിയാവിലും പരാജയപ്പെടില്ല, ആഖിറത്തിലും പരാജയപ്പെടില്ല. അള്ളാഹു തൗഫീഖ്